എഫേസ്യ ലേഖനം 1-17 പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പ്രാപിക്കുവാനായി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് വിവേചിച്ചറിയുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:24 പറയുന്ന, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും എന്ന നമ്മുടെ വിളിയുടെ പ്രത്യാശയെക്കുറിച്ച് ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കുക. 2 നാം ദൈവത്തിൻ്റെ അവകാശമാകുന്നു. ആവർത്തന പുസ്തകം 32-9 പറയുന്ന, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് യഹോവയുടെ അവകാശവുമായിരുന്നെങ്കിൽ ഇന്ന് പുതിയ ഇസ്രായേലാകുന്ന സഭയാണ് അവിടുത്തെ അവകാശം. അതുകൊണ്ടാണ് നിന്റെ ജനവും നിന്റെ അവകാശവും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും ഇപ്രകാരം അപേക്ഷിക്കുന്നുവെന്ന് യാക്കോബിൻ്റെ തെക്സായിൽ പൗലോസ്ലീഹായുടെ ശൈലിയിൽ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. നാം ദൈവത്തിൻ്റെ അവകാശമാകുന്നു എന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ ആരാധന ഒരു സ്വർഗീയ അനുഭൂതിയായിത്തീരും. 3 എഫേസ്യ ലേഖനം 1-19 പറഞ്ഞിരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പിതാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നാം അറിയണം. തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മാനുഷിക ജനനത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അവനോടൊപ്പം പ്രവർത്തിച്ച പിതാവിൻ്റെ ശക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പിതാവായ ദൈവം ചൊരിഞ്ഞു തരുന്നു. അത് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശമാണ്. അതിനായി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അവകാശമാകാൻ നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുമെന്ന ബോധ്യം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് വിവേചിച്ചറിയുവാനും അവിടുത്തെ വെളിപ്പാട് പ്രാപിക്കുവാനും നമ്മെ സഹായിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.